ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തത് ഗുൽമാർഗിൻ്റെ വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സോൻമാർഗിലെ വീഡിയോ ആണ് ചെയ്യുന്നത്. ശരിക്കും സോൻമാർഗ് എന്ന് നമ്മൾ പറയുന്നു, ശരിക്കും അത് നമ്മളിവിടെ കാശ്മീരിൽ പറയുക സോനാമാർഗ് എന്നാണ്. ഇതും ഞാൻ നേരത്തെ ചെയ്ത ഗുൽമാർഗും പെഹൽഗാമും പോലെ തന്നെ ഇവിടെ നിന്ന് ഇത്തിരി അകലെയാണ്, ഈ ശ്രീനഗറിൽ നിന്ന് ഇത്തിരി അകലെയാണ് ഈ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ പാടവും അതുപോലെ നല്ല നല്ല കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് രാവിലെ പുറപ്പെട്ടു. ഇപ്പോൾ ഇവിടുന്ന് ഒരു 2 hours ജേണി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പെഹൽഗാം, സോനാമാർഗ് അതുപോലെ ഗുൽമാർഗ് ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാശ്മീരിൽ ട്രിപ്പ് വരുമ്പോൾ ഇത്രയും ഇത് കാണാനുള്ള ടൈം നോക്കി നിങ്ങൾ വരിക. പിന്നെ ഇത് മാത്രമല്ല, മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകളും ഉണ്ട്, അതും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സോനാമാർഗ് കഴിഞ്ഞിട്ട് ഇന്നിവിടെ ഒരു നിഷാദ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ശ്രീനഗർ ടൗണിൽ ദാൽ ലേക്കിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡനിലേക്കും കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരെ ആദ്യം സോനാമാർഗിലേക്ക് പോവാം. ഇപ്പോൾ ഞങ്ങൾ സോനാമാർഗിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഇവിടെ ഒരു സ്ഥലത്ത് റിഫ്രഷ്മെൻറ്റ് നിർത്തിയായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ആ റിഫ്രഷ്മെൻറ്റ് അടുത്തൊരു സ്ട്രീമുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല ഫോട്ടോജനിക്കായ പ്ലേസാണ്, നമുക്ക് എവിടെ ഇരുന്നാലും നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാം. മാത്രമല്ല ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് കാണാം. ഈ ബ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഇനി സോനാമാർഗിലേക്കേ ഉള്ളൂ. ഇതിൽ ഞങ്ങളുടെ യാത്രയുടെ ഒരു പകുതിയായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നേരെ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ നേരെ സോനാമാർഗ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വഴികളാണ് ഇനിയിപ്പോൾ അങ്ങോട്ട്. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഓരോ സ്ഥലത്തും സോൻമാർഗിലേക്കുള്ള ഒരു കിലോമീറ്റർ എഴുതിയ ബോർഡ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഞങ്ങൾക്കിപ്പോൾ ഒരു 50 കിലോമീറ്ററാണ് സോനാമാർഗിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സോനാമാർഗിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു ചുരം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയാണ് കാഴ്ചകൾ മാറാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഞങ്ങൾ വിചാരിച്ച ഒരു കൂളിംഗ് എന്തായാലും ഇല്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു ടെമ്പറേച്ചറാണ് ഇവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഏതായാലും ഈ വെയിലുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ പോലെ നല്ല ചൂടില്ല, എന്നാൽ ഒരു ചെറിയ കൂളിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു കൂളിംഗ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് സൈൻ ബോർഡ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന സോനാമാർഗ് 19 കിലോമീറ്ററാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കിലോമീറ്റർ കുറച്ച് അങ്ങോട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടി കാഴ്ചകൾ വ്യത്യസ്തമായി കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് ആ മലകളുടെ ഒരു ദൃശ്യങ്ങൾ അടുത്തടുത്ത് കാണാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഒരുപാട് എല്ലാ ഭാഗത്തും ഭയങ്കര ആർമിയുടെ ചെക്കിംഗ് ആണ് ഇവിടെ എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് നമ്മൾ എവിടെ പോയാലും ഇവിടെ ആർമിക്കാർ എവിടെയോ ഉണ്ട്.
ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇവിടെയും നമ്മുടെ സോനാമാർഗ് അടുത്തെത്തുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലൊരു നിങ്ങൾക്കൊരു സ്ട്രീം കാണാം. ഇവിടെയും നിങ്ങൾക്ക് നല്ല ഫോട്ടോസും എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ മിക്കവരും ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അധികം നേരം ഇവിടെ നിൽക്കാണ്ടിരിക്കുക. കാരണം ഇവിടെ അധികം നേരം നിർത്താൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആർമിക്കാർ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുക്കണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എടുത്തിട്ട് പോകണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഇവിടേക്ക് ഒരുപാട് ട്രക്കുകളും കാര്യങ്ങളും ഇഷ്ടംപോലെ പോകുന്ന കാണാം. പിന്നെ ഏതായാലും ഈ വഴി തന്നെയാണ് സ്ട്രെയിറ്റ് നമ്മൾ ലഡാക്ക് അങ്ങോട്ടേക്കുള്ള വഴിയും ഇതേ സെയിം റൂട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളീ പോകുന്ന വഴിയിൽ തന്നെ ഇഷ്ടംപോലെ ബൈക്കേഴ്സ് പോകുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബൈക്കേഴ്സാണ്. ഈ ബൈക്കേഴ്സിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട താവളമാണ് ഈ ലഡാക്ക് എന്ന് പറഞ്ഞാൽ. ശരിക്കും ഇവിടെ എത്തിയപ്പോൾ നമ്മൾ മറ്റൊരു ലോകത്ത് എത്തിയൊരു ഫീലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു കാശ്മീരിനെ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുക ഭൂമിയിലെ സ്വർഗം എന്നാണ്. ശരിക്കും നമ്മൾ ആ പേരിന് ഒരു അർത്ഥം വെക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വേറൊരു ലോകത്തെത്തിയൊരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും നിങ്ങളൊക്കെ ഇവിടെ ഒരു വൺ ടൈം വിസിറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കാശ്മീർ എന്ന് പറഞ്ഞാൽ ലൈഫിൽ വൺ ടൈം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് പറയണത് വെറുതെ അല്ല. ഇപ്പോൾ ഈ കാഴ്ചകൾ എനിക്ക് കാണുമ്പോൾ കൂടുതൽ അതിനോട് യോജിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ എത്തിയാൽ നമുക്ക് വേറൊരു ലോകത്തെത്തിയൊരു ഫീലാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ ആർമിക്കാരുടെ എല്ലായിടത്തും ആർമിക്കാരുണ്ട്. ഇവരെയൊക്കെ എന്തോ ഒരു മോക്ക് ഡ്രില്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സോൻമാർഗിൻ്റെ അടുത്ത് എത്താറായി. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വെൽക്കം ടു സോൻമാർഗ് എന്നൊരു ബോർഡ് കാണാം. അപ്പോൾ ഇവിടെ എത്തുമ്പോഴും കാഴ്ചകൾ ഒന്നിനൊന്നും മികച്ചതാവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് എത്തുമ്പോഴും കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിരിക്കും. ശരിക്കും ഇപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന ആ ഒരു ദൃശ്യം, നമ്മൾ ഒരു പേപ്പറിൽ നമ്മൾ ജസ്റ്റ് മൗണ്ടൻ്റെ പടം വരയ്ക്കുമ്പോഴുള്ള ദൃശ്യം അതേപോലെയുണ്ട് ഇപ്പോൾ ആ ദൂരെയുള്ള ആ മലനിരകൾ കാണാൻ. വളരെ വ്യത്യസ്തം. നമുക്ക് ഈ ഒരു കാഴ്ച നമുക്ക് എവിടെ പോയാലും നമുക്ക് കിട്ടില്ല. ആ കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയുന്നു, ഈ ഒരു കാഴ്ച ഇവിടെ ഈ കാശ്മീരിൽ മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങ് ദൂരെ കുറേ വൈറ്റ് കളർ കണ്ടോ നിങ്ങൾ മൗണ്ടനിൽ? അതാണ് ഇവിടുത്തെ മഞ്ഞിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വീഡിയോയിൽ നമുക്കിവിടെ കാശ്മീരിൽ മഞ്ഞ് ഒന്നും കാണാൻ കഴിയില്ല. അത് നിങ്ങൾ വരണമെങ്കിൽ നവംബർ ഡിസംബർ ആ സമയത്ത് മാത്രമേ മഞ്ഞിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഇപ്പം ഞങ്ങൾ പോയത് ഓഗസ്റ്റ് മാസമായതുകൊണ്ട് ഇവിടെ മഞ്ഞിൻ്റെ സാന്നിധ്യമില്ല. അതാണിപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം ഫുള്ള് ഒരു മഞ്ഞ് പൊതിഞ്ഞൊരു അവസ്ഥയ്ക്കും കാണാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സോനാമാർഗിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും ഞാൻ നേരത്തെ സ്ഥലത്ത് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ടാക്സി എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ 0 പോയിൻ്റ് സ്ഥലം. ഇങ്ങോട്ടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ വന്ന വണ്ടി അനുവദിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലൊരു ടാക്സി ഹയർ ചെയ്ത് നമ്മൾ പോകണം. പിന്നെ ടാക്സി ഹയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം റേറ്റ് ബാർഗെയിൻ ചെയ്ത് പോവുക. ഒരുപാട് ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടിപ്സ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. കാരണം ഇവിടെ ഈ റേറ്റിനൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്തില്ലെങ്കിൽ ഇവർ കണ്ടമാനം റേറ്റ് കൂട്ടും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക.
ഞാൻ നിങ്ങൾക്ക് ഈ 0 പോയിൻറ്റ് മഞ്ഞുമലയുടെ കൂടുതൽ ദൃശ്യങ്ങൾ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ പോയാൽ ഇപ്പോൾ ഈ ഉള്ള ക്ലൈമറ്റ് കുറച്ചും കൂടി വ്യത്യസ്തമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒരു ഫ്രിഡ്ജിലെ ഒരു ഐസ് പിടിക്കുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് ഇവിടെ പോയാൽ കിട്ടുക. ശരിക്കും ഇപ്പോൾ ഈ കണ്ട ഈ വീട് കണ്ടോ, ഈ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കണ്ടാൽ നമ്മൾ ഏതോ ഒരു വിദേശ രാജ്യത്ത് വന്നൊരു ഫീലാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ഇതൊക്കെ ജസ്റ്റ് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഇവിടെ. നമ്മുടെ പാക്കേജിൽ നമുക്കത് ചോദിച്ചാൽ നമുക്ക് എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒരു ടാക്സി നേരത്തെ പറഞ്ഞ ടാക്സിയിൽ കയറി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ സോൻമാർഗിൻ്റെ ആ 0 പോയിൻറ്റിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ടാക്സിയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം 0 പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 സ്ഥലത്തായിട്ട് നിങ്ങൾക്ക് ആ വൈറ്റ് പോർഷൻ കാണാം. ഇതാണ് 0 പോയിൻ്റ് എന്നുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന 0 പോയിൻറ്റിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. ശരിക്കും നിങ്ങളിവിടെ വന്നാൽ ഇവിടെ തന്നെ ഫോട്ടോ എടുത്ത് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ 0 പോയിൻ്റ് എന്ന് വെച്ചാൽ മുകളിൽ കയറുന്ന വെച്ചാൽ ഇത്രയും ഒരു പണിവെട്ട ഒരു പണിയാണത്. അതായത് അതിപ്പോൾ നമുക്കൊരു ആളിൻ്റെ സഹായം ഇല്ലാതെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. മാത്രമല്ല അവരവിടെ ചെന്നിട്ട് നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ എല്ലാം കഴിഞ്ഞ് അവസാനം അവർ ഒരു വായി തോന്നിയ റേറ്റാണ് അവർ പറയണത്. അപ്പോൾ റേറ്റ് ആദ്യം നിങ്ങൾ പറഞ്ഞു വെക്കണം. പിന്നെ അതിനുശേഷം ശരിക്കും അവർ നമ്മോട് പിന്നെ തോന്നിയ റേറ്റായിരിക്കും പിന്നെ നമ്മോട് പറയുക. അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ അവരോട് റേറ്റ് എത്രയും ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പോകാം. ഏതായാലും മാക്സിമം നിങ്ങൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഞാനതിനോട് അവിടെ പോയി മുകളിൽ പോയി ഫോട്ടോ എടുക്കുന്നതോട് വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രത്യേകിച്ച് നമുക്കൊരു ടെമ്പറേച്ചർ ഒരു കൂളിംഗ് ഫീൽ ചെയ്യുന്നല്ലാതെ വെറുതെ നല്ല ഫോട്ടോസൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഞാൻ നിങ്ങളുടെ ഒരു മണി സേവിങ്ങിന് വേണ്ടി പറയുകയാണ്. നിങ്ങൾ ഇവിടെ തന്നെ എടുത്താൽ തന്നെ നല്ല ഫോട്ടോസ് ഇവിടെ നിന്ന് തന്നെ കിട്ടാം. ഞങ്ങൾക്ക് ഏതായാലും ഇതിനെപ്പറ്റി ആരും പറയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്.
ഇതേ കണ്ടല്ലോ ഇങ്ങനെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ട് കയറ്റുന്നത്. ഇപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയ ശേഷം എല്ലാം കഴിഞ്ഞ അവസാനം ഇവർ വേറെ റേറ്റ് ആയിരിക്കും പറയുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ മുകളിലിരുന്നാൽ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് ഇതുപോലത്തെ എടുക്കാം. ഇവിടെ ഒരു വല്ലാത്തൊരു ഫീലാണ് നമ്മൾ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഇവിടെ മിക്ക ആൾക്കാരും വന്ന് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഫോട്ടോയും വീഡിയോ എടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഡാക്കിലേക്ക് പോകുന്ന ബൈക്കേഴ്സും എല്ലാം ഇവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത ശേഷമാണ് അവരവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് സോനാമാർഗിൽ നിന്ന് പോവുകയാണ്. ഞങ്ങളിപ്പോൾ വന്ന കാറിൽ തന്നെ തിരിച്ച് ഞങ്ങളുടെ വാൻ പാർക്ക് ചെയ്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് മനോഹരമായൊരു കാഴ്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ അതുപോലൊരു കാഴ്ചയാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഈ പോകുന്ന വഴിയിൽ ഒരു ഭയങ്കര ബ്ലോക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇവിടേക്ക് ഉള്ള നേരത്തെ കണ്ട പോലെ ഒരുപാട് ട്രക്കുകൾ പോകുന്നതും പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾ പോകുന്നതുമായ വഴിയായതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് അനുഭവപ്പെട്ടിരുന്നു. ഞങ്ങളിപ്പോൾ അതുകൊണ്ട് വളരെ പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനോഹരമായ കാഴ്ചകൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ മലകൾ നിങ്ങളുടെ മുമ്പിൽ കാണാം. ഒപ്പം തന്നെ തൊട്ടടുത്തായിട്ടൊരു വലിയ സ്ട്രീമും നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണ്. ആ വെൽക്കം ടു സോനാമാർഗ് എന്ന് കണ്ട ആ ബോർഡുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇതിലേക്കൂടി നമ്മളത് തിരിച്ച് പോവുകയാണ്. ഇവിടത്തിലെ ഈ സ്ട്രീമിലേക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഭംഗിയാണ്. ഈ വെള്ളത്തിനൊക്കെ ഒരു വേറൊരു കളറാണ് നമുക്ക് ഇതിൽ കൂടി ദൃശ്യമാവുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ മുഗൾ ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ശ്രീനഗർ ടൗണോട് ചേർന്ന് ഒരു സ്ഥലം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഗൾ ഗാർഡൻ വരുന്നത് മറ്റേ ദാൽ ലേക്കിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:30-5 മണിയോട് സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ അടുത്തെത്താറായി. അപ്പോൾ ഞങ്ങളങ്ങനെ മുഗൾ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ എൻട്രൻസ് ഞങ്ങൾ കയറി. ഇതാണ് ഇവിടുത്തെ മുഗൾ ഗാർഡൻ. ഇത് ഒരുപാട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്നൊരു ഗാർഡനാണത്. ഇവിടെ ചില സീസണിൽ ഫ്ലവർ ഷോ വരെയൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് കൂടുതലും മെയ് മാസത്തിലാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ കാഴ്ചകൾ ഇവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്ത ശേഷം കാണിച്ചു തരാം.
ഇവിടെ എവിടെ ഇരുന്നാലും നമുക്കൊരു സൺസെറ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ് ഈ സൺസെറ്റിൻ്റെ വീഡിയോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എവിടെ ഇരുന്നാലും നല്ല ഫോട്ടോജനിക്കാണ്. ഇവിടെയും എവിടെ ഇരുന്നാലും ഫോട്ടോ എടുത്താലും നല്ല അടിപൊളി നമുക്ക് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ തന്നെ വീഡിയോ എടുക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമാണിത്. ഒരുപാട് ഏക്കർ വ്യാപിച്ചെടുക്കുന്ന ഒരു ഗാർഡനാണിത്. ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ഫൗണ്ടൻ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ മറ്റേ സൺഫ്ലവർ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയി കാണിച്ച് വീഡിയോ കാണിച്ചു തരാം.
വന്ന സമയത്ത് വല്ലാത്തൊരു തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇവിടെ ഇഷ്ടംപോലെ മലയാളികൾ ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ് ഓരോ പോസിലുള്ളത്. ഇത് വളരെ ഫോട്ടോജനിക്കാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ എനിക്ക് ഈ ഗാർഡനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മളിപ്പോൾ മൈസൂരിലെ ബൃന്ദാവൻ ഗാർഡൻ, അതുപോലെ വേറെ പല പല ടൂറിസ്റ്റ് സ്റ്റൈലിൽ ഗാർഡനുകൾ കാണാം. അതുപോലൊരു ഗാർഡൻ അത്രേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ചും കൂടി ഏരിയ ഉണ്ട് ഈ ഗാർഡൻ. ഇതിലും പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഫുൾ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ.
അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ മുഗൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.